ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടക്ക സാമ്പാറാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക സാമ്പാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്ന അത്ര ടൈമോ വെജിറ്റബിൾസോ ഒന്നും ഇതിന് ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പരിപ്പ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ പരിപ്പ് ഇവിടെ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിൽ എപ്പോഴും സവാള ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്, കാണാനും നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. പരിപ്പ് മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ വെണ്ടക്ക സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. 6 7 വെണ്ടക്ക നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അതേപോലെ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഫ്രഷ് കറിവേപ്പിലയും 3 വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 3-4 വെളുത്തുള്ളിയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്ന പാൻ അടുപ്പിൽ വെച്ചിട്ട്, പാനോ ചട്ടിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാളയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തക്കാളിയും ഇതുപോലെ ക്യൂബ്സായിട്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിപ്പൊടിയാണെങ്കിൽ എപ്പോഴും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം കറികളിലൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന മല്ലിപ്പൊടിയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ എപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ കുറച്ച് ആവശ്യമുള്ള മല്ലിപ്പൊടി എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം കറികളിലൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പൊടികളൊക്കെ കരിഞ്ഞിട്ട് നമ്മുടെ കറി തന്നെ ടേസ്റ്റ് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ നമ്മുടെ വെജിറ്റബിൾ കഷ്ണങ്ങളിലൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. മുളകിൻ്റെയൊക്കെ ആ പച്ചമണം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടി വെള്ളം അതേ പുളിയിലേക്ക് തന്നെ പിഴിഞ്ഞ പുളിയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ പരിപ്പ് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കറി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അത് കാരണം ഞാനിതിലേക്ക് 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല, കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായം പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ അളവിൽ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പൊക്കെ ഒന്നുകൂടി നോക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്ക സാമ്പാർ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നത്. അധികമൊന്നും ചേർക്കാൻ പാടില്ല, വളരെ ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് വേണ്ടാന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ശർക്കരക്ക് പകരം നമുക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ വെണ്ടക്ക സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു വെണ്ടക്ക സാമ്പാർ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.